മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് അപകടം. വിമാനാപകടത്തിൽ അജിത് കുമാറിന്റെ പിഎയും സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കത്തിയമരുകയായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപിയുടെ മുതിർന്ന നേതാവുമായ അജിത് പവാറിന്റെ മരണവാർത്ത വരുന്നത്. അത്യന്തം ദാരുണമായ മരണം, ഒപ്പം അത്രയേറെ അപ്രതീക്ഷിതവും കൂടിയാണല്ലോ. ഈ സമയത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഏറെ ഞെട്ടിച്ചുകൊണ്ട് ആരും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത ഇന്ന് രാജ്യത്തെ തേടിയെത്തിയത്. രാവിലെ സ്വന്തം നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ, കർഷകരുടെ പരിപാടികളിൽ പങ്കെടുക്കാനാണ് ബാരാമതിയിലേക്ക് ഇന്ന് രാവിലെ 8:10 മുംബൈയിൽ നിന്ന് അജിത് പവാർ വിമാനം കയറിയത്. ലിയർ ജെറ്റ് 45XR എന്ന് പറയുന്ന അത്യാഡംബരമായിട്ടുള്ള ഒരു ജെറ്റാണ്. 8 മുതൽ 9 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജെറ്റിലാണ് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 5 പേരും. മൊത്തം അജിത് പവാർ ഉൾപ്പെടെ 5 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ഈ 5 പേരും മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത് ബാരാമതിയിലേക്ക്. എന്നാൽ 8:45 ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെ റൺവേയിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വിമാനം തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പതിക്കുകയായിരുന്നു. അവിടെ വീണ് കത്തി അമരുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്വന്തം നാട്ടിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്ക് പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ആശുപത്രിക്ക് മുന്നിലുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം നാട്ടിലെ കർഷകർ സംഘടിപ്പിച്ച പരിപാടികളിൽ, വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് ആ പരിപാടികളൊന്നും പങ്കെടുക്കാൻ കഴിയാതെ ഒരു അപ്രതീക്ഷിതമായ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ, വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും ഗ്രാസ് റൂട്ടായിട്ടുള്ള മനുഷ്യരോട് പോലും അത്രയും അധികം അടുപ്പമുള്ള നേതാവായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അനുശോചന സന്ദേശങ്ങൾക്കൊപ്പം ഒരു പ്രധാന കാര്യം കൂടി എടുത്തു പറഞ്ഞത് ഈ ഒരു അപകടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം അന്വേഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. കോൺഗ്രസ് നേതാക്കൾ, എൻസിപി നേതാക്കൾ, BJP, അങ്ങനെ രാജ്യത്തുള്ള ഒട്ടുമിക്ക എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ഈ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് അജിത് പവാർ എന്ന് പറയുന്നത്. NCPയെ, അതായത് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ചാണക്യനായി നിന്നുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്താനുമൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചതിൽ മുൻനിരയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അജിത് പവാർ എന്നുള്ളതാണ്. മാത്രമല്ല, NCPയുമായിട്ട് പിളർന്നതിന് ശേഷം NDAയിലേക്ക് എത്തുകയും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു BJPയുടെ അല്ലെങ്കിൽ NDAയുടെ മുഖമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് അജിത് പവാർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ, ഈ ഒരു അപകടത്തിൽ ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക. മാത്രമല്ല,
അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തെ പറ്റി പറയുമ്പോൾ അത്യാഡംബരമായിട്ടുള്ള വിമാനമാണ്. 8 മുതൽ 9 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനമാണ്. അത് ലിയർജെറ്റ് ലിയർജെറ്റ് 45 XR എന്ന് പറയുന്ന വിമാനമാണ്. അത് 2023 ഇതുപോലെ മുംബൈയിൽ വെച്ച് ഈ വിമാനം മറ്റൊരു അപകടത്തിൽ പെട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് മുംബൈയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെ കാലാവസ്ഥ പ്രശ്നമുണ്ടായതിനാൽ അത് റൺവേയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം റൺവേയിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ അന്ന് അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാറിന് ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാരും പൈലറ്റുമാരും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ന് ബജറ്റ് സെഷൻ കൂടി തുടങ്ങുന്ന ഒരു ദിവസമായിരുന്നു. ആ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 8 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അജിത് പവാർ. അതുപോലെ ഒരു തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 40 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ MLA ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു അജിത് പവാർ. അങ്ങനെ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് അപ്രതീക്ഷിതമായി ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശ്രീജ, അഭിലാഷ്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എടുത്താൽ തോൽവി അറിയാത്ത നേതാവ് എന്നതാണ് എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. 91 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്ന് വരെ അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിലെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളിലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ചാണക്യതന്ത്രങ്ങൾ മെനഞ്ഞ ചെയ്യുന്നത് അജിത് പവാറായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ പിന്നീട് നടന്ന പല രാഷ്ട്രീയ നാടകങ്ങളിലും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത് എന്നതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് NCPക്ക് എത്ര വലിയ നഷ്ടമാണിത്? മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ NCPക്കൊപ്പം ശരത് പവാറിനൊപ്പം നിന്നതിന് ശേഷം പിന്നീട് പെട്ടെന്നായിരുന്നു NCPയെ പിളർത്തിക്കൊണ്ട് ഒരു വലിയ പാർട്ടിയെ, ഒരു ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പാർട്ടിയെ പിളർത്തിക്കൊണ്ടു പോകാനും ആ പിളർത്തിയ ഭാഗത്തെ അധികാരത്തിലെത്തിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത്. എന്നാൽ പോലും ശരത് പവാറിനോടുള്ള അടുപ്പം വിട്ടുപോകാതെ ആ കുടുംബത്തോടൊപ്പം, അതേപോലെ ആ സ്നേഹത്തിൽ കുടുംബത്തോടൊപ്പം തുടരാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യം അജിത് പവാർ ഉണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നിപ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് പോലും സുപ്രിയ സുലെയും സുനേത്രയും എല്ലാം അദ്ദേഹത്തിനെ കാണാനായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗ ആശുപത്രിയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിളർപ്പ് NCPക്കകത്ത് ഉണ്ടാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധം എല്ലാവരോടും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 1991 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. പിന്നെ 95-ലും 99-ലും 2004-ലും 2009-ലും 2014-ലും തുടരെ ജയിച്ചു വന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക്, കർഷകർക്കായാലും മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അത്രയേറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അജിത് പവാർ. അദ്ദേഹം ബാരാമതി സ്വദേശിയാണ്. ബാരാമതിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു ബാരാമതി. അവിടുത്തെ ജനങ്ങളെ ഇന്ന് കാണാനും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവരുടെ റാലിയിൽ പങ്കെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ബാരാമതിയിലേക്ക് പോയത്. അങ്ങനെ 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായി എന്ന റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ആൾ കൂടിയാണ് അജിത് പവാർ. പക്ഷേ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വിമാനാപകടത്തിൽ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് ബോക്സ് കിട്ടി എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ആ വിവരങ്ങൾക്കായാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വാർത്ത വന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCPയുടെ മുതിർന്ന നേതാവുമായ അജിത് പവാറിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ കൂടെ ആ വിമാനത്തിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനും പിന്നീട് 2 പൈലറ്റുമാരുമായിരുന്നു. ഈ 5 പേരുടെയും മരണം പിന്നീട് സിവിൽ ഏവിയേഷൻ വിഭാഗം സ്ഥിരീകരിച്ചു. അത്യന്തം ദുഃഖകരമായ വാർത്ത. രാജ്യം മുഴുവൻ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ ദാരുണാന്ത്യത്തിൽ.
മറ്റ് വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം എന്നതാണ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. രാഹുലിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് സൂചന. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വിവരങ്ങളുമായി TG സജിത്ത്. ഏറ്റവും പ്രധാനം, ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ രാഹുലിന് എതിരെ എന്തൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നോ അത് കോടതിയിൽ അത്ര കണ്ട് അത് കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ? അതെ, 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ പുറത്തിറങ്ങാൻ പോകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പുറത്തിറങ്ങുമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ വയ്യാത്ത കാര്യം മറ്റൊരു കേസിലുള്ള കോടതി ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നതുകൂടിയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. രാഹുലിനെതിരെ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കസ്റ്റഡിയിൽ തുടരണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണവുമായി അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണത്തിന് യാതൊരു തടസ്സവും രാഹുൽ കൊണ്ടുവരരുത്, ഒപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി ഇരകളെയോ മറ്റു ബാധിക്കപ്പെട്ടവരെ ആരെയും ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം അടക്കമുള്ള ഉപാധികളാണ് ജാമ്യത്തിന് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം മൂന്നാമത്തെ കേസിലാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്. മറ്റ് 2 കേസുകളിലും കോടതി നടപടികൾ മൂലം രാഹുലിന് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒടുവിൽ പാലക്കാട് വെച്ച് നാടകീയമായ അറസ്റ്റാണ് ഈ മൂന്നാമത്തെ പരാതിയിൽ ഉണ്ടാവുന്നത്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരു യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റും നടപടിക്രമങ്ങളും ഉണ്ടായത്. നേരത്തെ തന്നെ ഈ യുവതിയുടെ പരാതിയിൽ ഈ സൈൻ രേഖപ്പെടുത്തിയത് നിലനിൽക്കുന്നതല്ല എന്ന വാദം പ്രതിയുടെ അഭിഭാഷകർ ഉന്നയിച്ചതാണ്. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് പിന്നീട് അത് ജയിലിലേക്ക് പോകുകയും അടക്കമുള്ള 18 ദിവസത്തെ നടപടിക്രമങ്ങളിലേക്ക് നീണ്ടുപോയത്. എന്തായാലും രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയും എന്നതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ മറ്റേ ഒരു കേസിൻ്റെ വിധി സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങളെയും സ്വാധീനിച്ചിരിക്കും. നിലവിലെ സാഹചര്യം ഇതാണ്. പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലഭിച്ച് അത് കോടതി ജയിൽ കൈമാറി കഴിഞ്ഞാൽ സ്വാഭാവികമായും പുറത്തിറങ്ങാം. പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടായാൽ ആ നടപടിക്രമങ്ങളും രാഹുലിൻ്റെ പുറത്തിറങ്ങലിനെ സ്വാധീനിച്ചിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും പ്രമാദമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലാണ് ഒരു MLA ജയിലിൽ പോയത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. പക്ഷേ ഒരൊറ്റ ഘടകം കൂടിയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ പരാതി. അതിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വാദം കേൾക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമാണ് അതിജീവിതയുടെ വാദം. രാഹുൽ 10ഓളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പ്രായപൂർത്തിയാകാത്ത ഒരു അതിജീവിതയും അക്കൂട്ടത്തിലുണ്ട്. പ്രതി ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും അതിജീവിത ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കും വരെ രാഹുലിന്റെ അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഒരു വശത്ത് രാഹുലിന് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ കേസിൽ. രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ ഇന്ന് ഹൈക്കോടതിയിൽ വരുന്ന ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അതിജീവിത കൂടി കക്ഷി ചേർന്നിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കോടതിയിലെ നിലപാട് എന്നതിൽ ഉദ്വേഗമില്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം അതിജീവിത കക്ഷി ചേരുമ്പോൾ അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് 10ഓളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട്, അതിൽ പോക്സോ കേസുമുണ്ട് എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രധാനമായും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. മാത്രമല്ല, തന്നെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്നും അതിജീവിത കോടതിയിൽ ബോധ്യപ്പെടുത്തും. മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും അതിജീവിതയും ശക്തമായി എതിർക്കുന്ന സാഹചര്യവും ഉണ്ടാകും. കോടതിയിൽ 1:45 രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് എറണാകുളം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്ന, അതായത് ആദ്യത്തെ കേസിലാണ് ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത്. ഇത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയതും. നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകരുതെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം തുടരുക തന്നെ ചെയ്തു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ്
കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ശ്രീജി സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ കേസിൽ ജാമ്യം ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാനാകുന്ന സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നിർണായകമാവുകയാണ്. പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമാണ് രാഹുൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ആ അറസ്റ്റ് തടഞ്ഞ നടപടി തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കാൻ പോകുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതേസമയം അതിജീവിതയും കൂടി കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സ്റ്റാറ്റസ് എത്രത്തോളം പ്രധാനമാണ്, അതല്ലെങ്കിൽ അത് എത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധിയുണ്ടാകുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. NSS SNDP ഐക്യം പിരിച്ചതിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുകുമാരൻ നായരുടെ അഭിമുഖം. BJP സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയകരമാണ്. NSSുമായി ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ലെന്ന് തോന്നിയെന്നും ഇതോടൊപ്പം NDAയിലെ തന്നെ പ്രമുഖനെ ചർച്ചയ്ക്ക് നിയോഗിച്ചത് തരികിടയാണെന്നും മാതൃഭൂമി ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തെ NSS നേതൃത്വം സൂക്ഷ്മമായാണ് വിലയിരുത്തുന്നത്. ഇതിനുശേഷം ഇന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടാകും, വൈകാതെ ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് G. സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഏറ്റുമുട്ടലിനില്ല. ആദ്യഘട്ടത്തിൽ തന്നെ NSS ജനറൽ സെക്രട്ടറി പുറത്തിറക്കിയ ഈ ഐക്യമില്ല എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സൗഹൃദം തുടരും എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും വലിയ പിന്തുണയോടുകൂടി സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു സൗഹൃദത്തിൻ്റെ സൂചന തന്നെയാണ്. ആ സൗഹൃദത്തിൻ്റെ സൂചന ഏറ്റെടുത്തുകൊണ്ടായിരിക്കും G. സുകുമാരൻ നായരുടെ പ്രതികരണവും വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഐക്യവുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതീക്ഷകളുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ ഐക്യ സാധ്യതകൾ ഇനി കാണാൻ കഴിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ട പ്രതികരണം തുടരും. അതായത് ഈ ഹൈന്ദവ ഏകീകരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിന് വിഘാതമാകുന്ന നിലയിൽ പരിപൂർണമായ ഒരു ഐക്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിരിക്കും സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ള നിഗമനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30-2 മണിക്കകം വീണ്ടും സുകുമാരൻ നായർ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ G. സുകുമാരൻ നായർ ഈ പറഞ്ഞ വാർത്താ സമ്മേളനം അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. ഇന്ന് വളരെ വിശദമായി അദ്ദേഹം ഈ മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഐക്യത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. പത്മ അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള പിന്മാറ്റം, ആ തരത്തിലുള്ള ചില ചർച്ചകളെങ്കിലും ഉയർത്തിവിട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അത് സംശയകരമാണ് എന്നതാണ്. അതോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്കായി പെരുന്നയിലേക്ക് അയക്കാനുള്ള തീരുമാനം, അതിലും സുകുമാരൻ നായർ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ ഐക്യ നീക്കത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ഇന്ന് അദ്ദേഹം പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അക്കാര്യങ്ങൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, അല്പസമയം മുൻപ് മറ്റൊരു പൊതുപരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരുന്നു. ഈ ഐക്യ നീക്കത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വന്നിരുന്നില്ല. ഏവരും കാത്തിരുന്ന ഒരു പ്രതികരണം വെള്ളാപ്പള്ളിയുടേതായിരുന്നു. ആ പ്രതികരണത്തിൽ അദ്ദേഹം NSSനെ പ്രത്യേകിച്ച് യാതൊരു രീതിയിലും തള്ളിപ്പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം NSS നല്ല സംഘടനയാണ്, സുകുമാരൻ നായർ മാന്യനാണ്, നിഷ്കളങ്കനാണ്, ഐക്യനീക്കം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നൊക്കെയുള്ള തരത്തിലാണ്. അതിന് മറ്റാരോ വിലങ്ങുതടിയായി എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനുള്ള മറുപടി കൂടി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിന് ശേഷമാണ് NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഒരു തന്ത്രപരമായ സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമില്ല, അതല്ല, ഈ തീരുമാനം നടക്കാതെ പോയത് വേറെ ആരുടെയോ ഇടപെടൽ കൊണ്ടാണ്. സുകുമാരൻ നായർ വളരെ ക്ലീനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സുകുമാരൻ നായർക്ക് നല്ല വിശ്വാസമുണ്ട്, വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പറഞ്ഞു.
ഡയറക്റ്റ് ബോർഡ് യോഗം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസായിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നത്. ആരോമാണ്, അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ എങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം വരുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും താങ്കളുമായിട്ട് ആദ്യം വെള്ളാപ്പള്ളി തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയില്ല. ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരം താണ രീതിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടു പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാൾ, വലിയ മഹാസംഘടനയുടെ തലപ്പത്തുള്ള ആൾ, അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുകൂലിച്ച് സംസാരിച്ചു. അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്, ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്യത്തിൻ്റേതായ ചർച്ച നടക്കാൻ പോകുന്നുള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ട് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കളൊരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുമെന്ന്. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളിയിട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകൾ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇതൊന്നും NSSൻ്റെ ഡയറക്ടർ ബോർഡിനെയോ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. ഞാൻ നേരത്തെ പറയുന്നു, ഐക്യം പൂർണ്ണമാകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് വിളിച്ചുകൂട്ടി ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആവൂ എന്നും ഞാൻ അന്ന് പറയുന്നു. പക്ഷെ ഞാൻ
ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടറോട് ഉടനെ വിളിച്ചു കൂട്ടി ഞാൻ ഈ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോർഡാണ്, ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത്. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല. അതവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരകലത്തിൽ പോകണം. ആരോടും ഒരു വിധത്തിലുമുള്ള അകൽച്ച പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ NSSൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. ഈ ഐക്യചർച്ചകൾ നടക്കുകയും അതിനുള്ള പ്രാരംഭ ചർച്ചകളെ കുറിച്ച് തീരുമാനങ്ങളിലേക്ക് പോവുകയും പിന്നാലെ ഈ പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തത് അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട. കാരണം ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. അതിനെ ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത് കൊണ്ടാണ് അതങ്ങനെ. അല്ല, ഞാനിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? മകന് BJP ആണെന്ന് അറിയാം. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? പറയാനൊക്കോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കോ? സമീപകാലത്ത് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കൈയുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനെ ഒന്നും ഞാൻ പറയാം. അവിടെ എവിടെയും കൈയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSൻ്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു. ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്. ആരെയോ ഇടപെടലുണ്ട്. ആർക്കാ? അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ. ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കൂ? അപ്പം ഞങ്ങൾ BJP-യുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനും ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ
ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDPയോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഈ ഐക്യ നീക്കത്തിന് പിന്നിലെ BJPയുടെ ഒരു കൈയുണ്ടോ? ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. NSS എപ്പോഴും ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാറുണ്ട്, പ്രശ്നാധിഷ്ഠിതമായ വിമർശനം നടത്താറുണ്ട്. NSS സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSSനെ ജനറൽ സെക്രട്ടറിയൊക്കെ പരിഗണിക്കാതെ കേന്ദ്ര NSS ഞാൻ വിചാരിച്ചിരുന്ന ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയത്. അതെ, അതുകൊണ്ട് അതൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ. എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഐക്യ ചർച്ചകൾ വൈകിയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചില്ല. ഐക്യ ചർച്ചകൾ വൈകുന്നു, ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. വെള്ളാപ്പള്ളി നേരിട്ടെത്തിയിരുന്നെങ്കിൽ മറിച്ചാവുമായിരുന്നു. അന്നേരം അത് പറയാം. ഞാനിപ്പോൾ പറയുന്നത് ഈ വൈകാനുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു പ്രധാന സംഭവം പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഒരു വരവായിരുന്നു. പ്രധാനമന്ത്രി വന്ന് പോകുന്നതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് തോന്നുന്നു. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല. ഞാനതൊന്നും പറയാൻ ശക്തനല്ല. ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഐക്യത്തിന്റെ വാതിൽ തുറന്നിടുന്നത് പോലുള്ള അടഞ്ഞ അധ്യായം. അത് സൗഹാർദ്ദത്തിന് പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഐക്യം എന്തിനാ? അവിടെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഐക്യ ചർച്ചയിൽ തന്നെ മകനായ BJPക്കാരനായ മകനെ അവിടുന്ന് ചർച്ച നടന്നിട്ടുമില്ല. ഐക്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ NSSന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നതാണ്. അത് അതുകൊണ്ടുണ്ട്. ഞങ്ങൾക്കത് നല്ലവണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയം സമുദായം തമ്മിൽ ഇത് ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് പിന്നെ ഒരു വിഭാഗത്തിനെ മിണ്ടാതെ സൈലന്റ് ആയി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യമല്ലേ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല. SNDP NSS ഐക്യം ആണ് ഉദ്ദേശിച്ചത്. അല്ല മറ്റേ ഐക്യം ഒന്നും ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. വേണ്ട എന്നുള്ളതല്ല, ഇപ്പം ഞങ്ങളത് ഉദ്ദേശിച്ചില്ല. ഒരേ സമയം സമുദായത്തിന്റെ നേതാവായി പ്രവർത്തിക്കുകയും മറുവശത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ തുഷാർ. അത് ശരിയാണെന്ന് തോന്നുന്നു. അല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മകൻ BJPക്കൊപ്പം നിൽക്കുന്നു, അച്ഛൻ CPM-നൊപ്പം LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടും ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമില്ല നേരത്തെ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവർ നിന്നോട്ടെ. പക്ഷെ ഇത് ഞങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞോട്ടെ. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള. പക്ഷെ ഞാൻ അതൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാടുന്ന നാടൻ ഭാഷ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിനെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു ചേർന്നു. ഞാനത് പറഞ്ഞു അതിപ്പോൾ ഐക്യത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് വിധമങ്ങ് മാറി. അപ്പം നമ്മുടെ അനി പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നതക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്.
അതൊക്കെ അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിരുന്നു. നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുത്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSSനോട് കൂടി നിൽക്കുന്നവർ NSSനോട് കൂടി തന്നെയാണ്. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSSകാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. NSS ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും മറുകത്തൊന്നും. അദ്ദേഹവും പറഞ്ഞത് ഈ നിലപാട് മാറ്റത്തിന് മുന്നിൽ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്നായിരുന്നു. പക്ഷെ അത് ഏതാ ചില താല്പര്യങ്ങൾ ആരുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും അദ്ദേഹവും ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്റെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പലരും പലതും കൂട്ടി എഴുതുന്നുണ്ട്. തലേ ദിവസം മറ്റോ ഇവിടെ ശ്രീരമ്പിള വന്നു. ശ്രീരമ്പിള 2 ബുക്ക് തരാമെന്ന് അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു. അദ്ദേഹം സ്ഥാനത്തൊന്നും പോയി അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടെ വന്നു. അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുമ്പിൽ വെക്കുകയായിരുന്നില്ല. ഐക്യത്തിൽ വേണ്ടായിരുന്നത് ബോർഡിലുള്ള മുഴുവൻ പേരും ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ സമുദായം ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവന നടത്തുക അല്ലെങ്കിൽ നിശബ്ദമായി നിൽക്കുന്ന സ്ഥിതിയാണ്. ആരെ? തുഷാർ വെള്ളാപ്പള്ളി ഈ ദിവസങ്ങളിലും ഒരു നിശബ്ദത പാലിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം വെള്ളാപ്പള്ളി തുടർച്ചയായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ പലതരത്തിലേക്ക് ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടുക സാറേ, അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുകയായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാകൂ എന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്നത്തെ ഇതിലുണ്ട് അദ്ദേഹം ചില ഭീഷണികളുണ്ട്. അതെ, അപ്പം നമുക്കിപ്പോൾ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല. എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു വിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ഇന്നത്തെ പ്രസംഗത്തെ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും ഈ ഐക്യത്തിന് അനുകൂലമായിരുന്നു. ഡയറക്ടർ ബോർഡിൽ വന്നപ്പോഴാണ് ആയിരുന്നല്ലോ. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഈ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ? ഊതി 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 വന്നപ്പോൾ ഇല തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായില്ല എൻ്റെ അഭിപ്രായം. കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിനോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതി പ്രവർത്തിച്ചോട്ടെ. ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ.
ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്. ഈ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോടെ ഈ പിരിഞ്ഞ സമയത്ത് പറഞ്ഞത് ഈ ഒരു അവരുടെ ആഭ്യന്തര കാര്യമാണ്, പക്ഷേ തങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ ഇടപെടാൻ വരരുത് എന്നാണ് നിലപാട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീണ്ടും ആവർത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നെ ഇപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ പറ്റുന്നത് വി.ഡി. സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയത് സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പം തെളിയിക്കുന്നത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ പ്രവൃത്തി, അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിനെ കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നത് അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. അവരുടെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലായിരുന്നു. രഹസ്യമായി വന്ന് പറഞ്ഞത് വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല, ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ കാണുക, ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇല്ല, ആ ദൂതൻ വന്നാൽ അയച്ചതാണോ അയാൾ എന്നാണ് അങ്ങനെ സെക്രട്ടറിയാ വന്നത്. എന്തോ അന്ന് തീരുമാനം ഇനിയും തിരുത്തില്ല എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് വരമ്പി ചാടിക്കഴിഞ്ഞു. അതെ, പിന്നെ ഇല്ല, ശ്രമിച്ചില്ല. നിങ്ങളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വരേണ്ട ഒരാളാണ്, അങ്ങനെ പരിചയമുള്ള ആളാണ്. അയാൾ വന്നേച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. കറക്റ്റ് ആ സമയത്താണ്. അല്ല, അത് വന്ന് നോക്കിയേച്ച് പോയി, അത് സംശയമൊന്നും. അത് അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരുടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSSനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇതിന്റെ ഭാഗമായി കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണോ ശരിക്കും നടന്നത്? NSSനെ കെട്ടാനല്ല, NSSനെ കെട്ടാനാണോ എന്ന് അറിയാൻ ഇത് പിന്നീട്ടിലെ അറിയാനൊക്കത്തുള്ളൂ. പക്ഷെ NSS എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു നായരും NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകത്തില്ല. ഈ സതീശ പക്ഷെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നേ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സതീശൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ വർഗീയത പറയാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആര് വർഗീയത പറഞ്ഞു? സതീശൻ, വെള്ളാപ്പള്ളി. അല്ല, ഇവിടെ വന്നപ്പോ ഞങ്ങളോട് പെരുമാറാനാണ് കാര്യം വന്നത്. അതിനകത്ത് ഞങ്ങളും പെടത്തില്ലേ? ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണേ, അവിടെ നായന്മാരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ തോനെയുണ്ട്. അപ്പം അവരുടെ ഒരു സഹായം എനിക്ക് തേടിത്തരണം എന്ന് പറഞ്ഞല്ലേ വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതനുസരിച്ച് അവിടെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ആ താലൂക്കിലെ ഒരു പ്രസിഡന്റ് കാണും, കമ്മിറ്റി എല്ലാം. ആ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞാൽ
ഇദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങളപ്പോഴും സമദൂരത്തിലാണ്. എന്നിട്ടും ഞാൻ വിളിച്ചു പറഞ്ഞു വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അയാൾ സഹായിച്ചു. ഇത്തവണ അത്തരം സഹായമൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, കൊടുത്തോട്ടെ ആര് വേണേൽ കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് ഇത്തവണ ആരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകും. സമദൂരം തന്നെ ആർക്ക് ഇഷ്ടമുള്ളവർ കൊടുത്തോട്ടെ, കുഴപ്പമൊന്നും. ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇനിയുണ്ട്. ആർക്ക് വേണേ വോട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാലേ സമുദായ നേതൃത്വത്തിന്റെ ഒരു നിലപാടൊക്കെ അംഗങ്ങൾ അത് പരിശോധിക്കില്ല. സമദൂരം എന്ന് പറഞ്ഞാലും ആർക്ക് എന്നുള്ളത് അംഗങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുക, അവരുടെ മനസ്സിലുണ്ടാകുന്നതിനനുസരിച്ച് ചെയ്തോളാം. ആർക്ക് വേണേ ചെയ്യാം. ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ട് ഈ നായർ സമുദായത്തിൽ ഞാൻ മറ്റുള്ളവരെ കളിയാക്കില്ല. നായർ സമുദായത്തിൽ കുറച്ചെങ്കിലും വിവരമുള്ള ആളുകൾ കാണുമല്ലോ അല്ലേ? അവർക്ക് എന്തെങ്കിലും കണ്ടാൽ അത് മനസ്സിലാക്കാനും എന്താ വേണമെന്ന് തീരുമാനിക്കാനും കഴിവ് ഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. നേരത്തെ ഐക്യത്തിനില്ല എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്ന് വിശദീകരിക്കുകയായിരുന്നു ജി സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ സംശയം തോന്നി. 3 ദിവസം കഴിഞ്ഞ് തുഷാർ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് ഒരു ന്യായമായ കാര്യമായി തോന്നിയില്ല. അതിൽ സംശയകരമായി പലതും തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വെള്ളാപ്പള്ളി പറയുന്നത് പോലെ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടല്ല, മറിച്ച് ഇത് NSSന്റെ തീരുമാനമാണ്, ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം VD സതീശനെതിരായ NSSന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുകുമാരൻ നായരുമായുള്ള VD സതീശന്റെ പ്രശ്നങ്ങളും അദ്ദേഹം പറഞ്ഞു. സമുദായ സംഘടനകൾ ഇടപെടരുത് രാഷ്ട്രീയത്തിൽ എന്ന് VD സതീശൻ പറഞ്ഞതിന് അദ്ദേഹം തള്ളുകയാണ്. അങ്ങനെയെങ്കിൽ സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ രാഷ്ട്രീയക്കാരും വരണ്ട എന്നതാണ് നിലപാട്. നേരത്തെ ആയിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊരു സാഹചര്യമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതികരണം വെള്ളാപ്പള്ളിയുടേതായിരുന്നു. ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയ NSS നേതൃത്വത്തെ തള്ളാതെ വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ മാന്യനും നിഷ്കളങ്കനുമാണ്. നായർ ഈഴവ ഐക്യത്തെക്കുറിച്ച് മാത്രമല്ല താൻ പറഞ്ഞത്, നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ നായർ ഈഴവ ഐക്യം സാധ്യമാവും. തനിക്ക് ഏറ്റവും പിന്തുണ നൽകിയ നേതാവാണ് സുകുമാരൻ നായർ എന്നും ഐക്യനീക്കം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ലെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു. അദ്ദേഹം നിഷ്കളങ്കനായ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കമ്മിറ്റിയിലുണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിൻ്റെ സെക്രട്ടറിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ചു പത്രം ദ്വാരാ മാത്രം അറിയാം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. എന്ത് രാഷ്ട്രീയ ഉദ്ദേശം? അത് ചിലരെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെന്നും മാത്രമല്ല എന്തിനു പറയുന്നു, ചില പത്രങ്ങളിൽ സത്യങ്ങൾ പറഞ്ഞല്ലോ. പല പത്രങ്ങൾക്കെല്ലാം സത്യം പറയാൻ മടിയാണ്. എൻ്റെ ചോര കുടിക്കാനാണ് പലർക്കും താല്പര്യം. സത്യം തുറന്നു പറയാനും എഴുതാനും പലരും കാണിക്കാറില്ല. എൻ്റെ മര്യാദ പത്രധർമ്മം പോലും ചിലർ കാണിക്കാറില്ല. എന്നെ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് ആക്കം കൂട്ടാനാണ് ചിലരുടെ ശ്രമം. അതിനുള്ള ചർച്ചയിൽ വന്നപ്പോൾ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏത് റിപ്പോർട്ടും ആകട്ടെ, റിപ്പോർട്ട് ഉണ്ടാകാതിരിക്കട്ടെ, അത് പ്രിന്റ് ചെയ്യേണ്ടി വന്നു. ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ്. ആ നായർ സമുദായം, ആ സഹോദര സമുദായത്തെ ഈയൊരു തീരുമാനം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളി പറയരുതേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ഈ ചോര കുടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവ് നയമുണ്ട്. നിഷ്കളങ്കനായ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ആദ്യം വന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമായിരുന്നു ഇത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ,
ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വെള്ളാപ്പള്ളി ഇതിൽ എന്തു പറയുമെന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ വെള്ളാപ്പള്ളി സുകുമാരൻ നായരുടെ തീരുമാനമല്ല ഇത്, മറിച്ച് ഡയറക്ടർ ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും സുകുമാരൻ നായരെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ നിൽക്കാതെയുള്ള ഒരു പ്രതികരണം നടത്തുന്നു. താനൊരു വലിയ ദൗത്യത്തിന് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല എന്ന ഒരു രക്തസാക്ഷി പരിവേഷം എടുക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് സുകുമാരൻ നായർ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ മേൽ സുകുമാരൻ നായർ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ സുകുമാരൻ നായർ അത്തരത്തിലൊരു യോജിക്കലിൽ നിന്ന് പിന്നോട്ട് പോയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരിടത്ത് പോലും കുറ്റപ്പെടുത്താതെ ഉള്ള ഒരു മറുപടിയായിരുന്നു അത് അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒരു സാമുദായിക ഐക്യം എന്നുള്ള കാര്യത്തിലേക്ക് പറയുമ്പോൾ പോലും ഇവർ ഒരേ രീതിയിൽ രാഷ്ട്രീയമായി രണ്ട് വിഭാഗങ്ങളെ കടന്നാക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം തന്നെ കോൺഗ്രസിനെയും BJPയെയും NDAയെയും കടന്നാക്രമിച്ചുകൊണ്ടുമാണ്. ആ നിലപാടിൽ ഇപ്പോഴും അവർക്ക് രണ്ടുപേർക്കും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഒരു സാമുദായിക ഐക്യം ഇല്ല എന്ന് പറയുന്നു. കുറെ കൂടി വിശാല മനസ്ഥിതിയോടെ ഇന്നും അതായത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ദൗത്യത്തിലേക്ക് വെള്ളാപ്പള്ളി ആരാണ് നയിച്ചത്, അവരുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. വളരെ ആത്മസംയമനത്തോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഒരിടത്ത് പോലും പ്രകോപനത്തിൽ വീഴാതെ വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ ഒരു ഐക്യം എന്നുള്ളത് ഒരു കാരണവശാലും അടഞ്ഞ അധ്യായമല്ല, ഇനിയും അത് വേണമെങ്കിൽ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു സൂചന കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നായർ ആയിരിക്കില്ല അങ്ങനെ ഒരു ഡിസിഷന് പിന്നിൽ, അദ്ദേഹമായിരിക്കില്ല, മറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബോർഡ് യോഗത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിൽ, ബോർഡിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ സുകുമാരൻ നായരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നിസ്വാർത്ഥനായ നല്ല നേതാവാണ് സുകുമാരൻ നായർ എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ NSS മാത്രമല്ല ഉള്ളത്, മറ്റ് സാമുദായിക സംഘടനകൾ അടക്കമുണ്ട്, മതസംഘടനകൾ അടക്കമുണ്ട്. ലീഗിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്വീകരിക്കുന്ന നയമാണ് എന്താണോ ആ ലക്ഷ്യം വെച്ചത് അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. മാത്രമല്ല സമാന സ്ഥിതിയുള്ള എല്ലാവർക്കും ഒന്നിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല മലപ്പുറം അടക്കമുള്ള പരാമർശങ്ങൾ താൻ എടുത്ത നിലപാട് ഇപ്പോഴും അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനോടൊപ്പം പിന്നീട് അദ്ദേഹം ഒരു ഭാഗം മുഴുവൻ ഉപയോഗിച്ചത് സുകുമാരൻ നായരെ പുകഴ്ത്താനായിരുന്നു എന്നുള്ളതാണ്. സാമുദായിക നീതി വേണം, ഐക്യം വേണമെന്നാണ് താൻ പറഞ്ഞത്. ഹിന്ദുക്കളുടെ ഐക്യം വേണമെന്ന് ഉള്ള ആ ഒരു ആഹ്വാനത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അപ്പോൾ തന്നെ സുകുമാരൻ നായരും അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുന്നു. തന്നെ കാറിൽ കയറ്റിയതിൽ അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവർ കടന്നാക്രമിച്ചപ്പോൾ തന്നെ സംരക്ഷിച്ച് നിർത്തുന്ന രീതിയിൽ ഉള്ള നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തെ ഒരു കാലത്തും തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിഷ്കളങ്കനായ നേതാവെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇന്നും സുകുമാരൻ നായരെ പൊതിഞ്ഞ് പിടിച്ച് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. മാത്രമല്ല തുഷാർ തൻ്റെ മകൻ സ്വന്തം മകനെ പോലെ എന്ന് പറഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തുഷാർ വെള്ളാപ്പള്ളി അയച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യം ഇതിനു പിന്നിലുണ്ട് എന്നുള്ള പരസ്യമായ പ്രസ്താവന അടക്കം നടത്തുമ്പോഴും തൻ്റെ മകനെ പോലെയാണ് എന്നാണ് സുകുമാരൻ നായർ തുഷാറിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു. ചില വ്യവസ്ഥകൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, അവർ നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ് എന്ന് ആ ഒരു SN ട്രസ്റ്റിന്റെ യോഗത്തിൽ വെള്ളാപ്പള്ളി ഇന്നും ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല സെക്രട്ടറി എന്ന നിലയിൽ തീരുമാനം അംഗീകരിക്കേണ്ടി വരുന്നതാണ്. ഇതിൻ്റെ പേരിൽ ആരും സുകുമാരൻ നായരെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആക്രമിക്കുകയോ ചെയ്യരുത് എന്ന് സാമുദായിക അംഗങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നായന്മാർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, എല്ലാവരും ഹിന്ദുക്കളാണ്. ഐക്യ വിഷയത്തിൽ സുകുമാരൻ നായർ ആദ്യം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയുള്ള അഭിപ്രായം എന്ന് പറയുന്നു. പിന്നീട് വന്നത് മറ്റു ചിലരുടെ ഇടപെടലെ തുടർന്നുള്ള അഭിപ്രായം എന്നുള്ളതാണ്. അതായത് ഈ ഐക്യത്തിനുള്ള സാധ്യത വെള്ളാപ്പള്ളി ഇപ്പോഴും
തള്ളിക്കളയുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് ഇടപെടൽ നടത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും സംസാരിച്ചിട്ടുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.